എല്ലായിടത്തും ഹലാൽ കൊണ്ടുവന്ന് കേരളത്തിൽ ഉണ്ടാക്കി വെച്ച ആരാ? നിങ്ങൾ ഉദ്ദേശിച്ചു നിങ്ങൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ള ധാരണയാണ് ഉദ്ദേശിച്ചത്. നമ്മൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സൊസൈറ്റിക്കകത്ത് ഈ പിളർപ്പും ഈ പ്രശ്നം ഉണ്ടാക്കിയതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിയായ ജമാഅത്തെ ഇസ്ലാമി. അവരാണിത് ബേസിക്കലി ഇത് ഇത്രയും ഇഷ്യൂ ഉണ്ടാക്കിയെടുത്തിട്ട് കൂടെ SDP ആയി. പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യാൻ മറ്റും മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ മറ്റുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളുമായി. പിന്നീട് അത് ഫോഴ്സ്ഫുള്ളി എല്ലാ മുസ്ലിങ്ങളും ഫോളോ ചെയ്യേണ്ട രീതിയിലോട്ട് കൊണ്ടുവന്നതിൻ്റെ കാര്യം ആരാ? ഇപ്പോഴാണ് ഈ കരയുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്വർണ്ണ കച്ചവടമല്ലേ, പലയിടത്തും ഇത് ബാധിച്ചിട്ടുണ്ട്. പിന്നെ പല സുഹൃത്തുക്കളൊക്കെ ആയവർ പലതും പറയാതിരിക്കുകയാണ്. ഇന്നടത്തുനിന്ന് ഇറച്ചി വാങ്ങാവൂ, ഇന്നടത്തുനിന്ന് ഇറച്ചി വാങ്ങരുത്, അത് ഹലാലാണ്, ഇത് ഹിലാലാണ്, അത് ക്ണാപ്പാണ്, ഇത് ഹോപ്പ, ഇതൊക്കെ ആരാ പറയുന്നത്? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട് മറ്റുള്ള ഹിന്ദു കമ്മ്യൂണിറ്റിയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇത്രമാത്രം അറ്റാക്ക് ചെയ്ത ആരാണ്? ഇസ്രായേൽ ഹമാസ് വാർ. അതിനകത്ത് അറിയാവുന്ന സംഭവമാണ് ഒക്ടോബർ 8 സംഭവം. അതിനെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് ഭയങ്കര സന്തോഷം ചിരിപ്പിച്ച ആരാണ്? അതായത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇത്രമാത്രം സന്തോഷിക്കാൻ നിങ്ങൾക്ക് എന്താ ഇടവന്നത്? ഇതൊന്നും മറ്റുള്ളവരൊന്നും പൊട്ടന്മാരാണെന്ന് ധരിക്കുകയും ചെയ്യരുത്. ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്താ ജീവിക്കുക, സ്വാതന്ത്ര്യമുണ്ട്, ജനാധിപത്യമുണ്ട്, നമുക്ക് വിമർശിക്കാൻ കഴിയും, നമുക്ക് എല്ലാത്തിനെയും വിമർശിക്കാൻ കഴിയും. ഞാൻ വിമർശിച്ചില്ലേ? ആ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനെ കംപ്ലീറ്റ് മുസ്ലിം പോളറൈസേഷൻ ഉണ്ടാക്കിയിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചതാരാ? അപ്പൊ അതിൻ്റെയാണ് ഈ ഓരോന്ന് ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത്. അതിൻ്റെ റിഫ്ലക്ഷനെ ഇത് കാണുന്നത്. ഈ പറയുന്ന മലബാർ ഗ്രൂപ്പ് ആണെങ്കിൽ മറ്റു പല ഗ്രൂപ്പുകൾക്ക് ഇത് ഇഷ്യൂ ആയിട്ടുണ്ട്. ഇത് റിയാലിറ്റിയാണ്. ഇതിൻ്റെ ഹോട്ടലിൻ്റെ മുമ്പിൽ കഴിക്കുന്നതിന് മുമ്പ് അതിൻ്റെ മുകളിൽ ഈ ഹലാൽ എഴുതേണ്ട ആവശ്യം എന്തുവാ?